ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ നടന്ന കീം എൻട്രൻസ് എക്സാമിലെ മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ടാൻ റേസ് ടു 5x sec സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ റേസ് ടു 12x പ്ലസ് 1 dx ഈസ് ഈക്വൽ ടു. ഇത് നമുക്ക് ഈ ഇൻ്റഗ്രേൻ്റെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ടാൻ റേസ് ടു 5x ഉണ്ട് ന്യൂമറേറ്ററിൽ, താഴെ ടാൻ റേസ് ടു 12x ഉണ്ട്. ഈ ടാൻ റേസ് ടു 12xന് എനിക്ക് ടാൻ റേസ് ടു 6x ഓൾ സ്ക്വയർ എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു ടാൻ റേസ് ടു 6x സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ദെൻ ഡി ടി എന്താവും? 6 ടാൻ റേസ് ടു 5x ഇൻറ്റു sec സ്ക്വയർ എക്സ് ഡി എക്സ്. Then the above integral become 1 by t square plus 1 into dx എന്നുള്ളത് dt by 6 ആവും. That is 1 by 6 integral dt by t square plus 1. 1 by t square plus 1 dt എന്ന് പറയുന്നത് എന്താണ്? tan inverse integration ആണ് അല്ലേ? That is 1 by 6 tan inverse of t plus c. t substitution നടത്തി കഴിഞ്ഞാൽ 1 by 6 tan inverse of tan raised to 6x plus c. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. The value of integral minus pi by 2 to pi by 2 cos square x by 1 plus 2 raised to minus x dx is equal to. ഇതെന്ന് പറഞ്ഞാൽ സിമെട്രി പ്രോപ്പർട്ടി വെച്ച് ചെയ്യാം. ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു ആണ്. അപ്പോൾ നമുക്ക് ലെറ്റ് ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു കോസ് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് 2 റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് നേടാം. ഇനി എക്സിന് നമ്മൾ ടി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും? മൈനസ് ഡി ടി. ഇനി എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു ആകുമ്പോൾ ടി എന്ന് പറഞ്ഞാൽ എന്താവും? എക്സ് ഈക്വൽ ടു മൈനസ് ടി ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു ആകുമ്പോൾ ടി ഈക്വൽ ടു മൈനസ് എക്സ്, ദാറ്റ് ഇസ് മൈനസ് ഓഫ് മൈനസ് പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു. എക്സ് പ്ലസ് പൈ ബൈ ടു ആകുമ്പോൾ ടി മൈനസ് പൈ ബൈ ടു ആവും. അപ്പോൾ ലിമിറ്റ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന ഇൻ്റഗ്രൽ പൈ ബൈ ടു ടു മൈനസ് പൈ ബൈ ടു കോസ് സ്ക്വയർ ഓഫ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റേസ് ടു ടി ഡി ടി മൈനസ് ഡി ടി വരും. ഡി എക്സ് മൈനസ് ഡി ടി ആണ്. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിൻ്റെ ഓർഡർ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈനസ് സൈൻ ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു കോസ് സ്ക്വയർ ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ ഓഫ് ടി ബൈ 1 പ്ലസ് 2 റേസ് ടു ടി എന്ന് വരും. ദെൻ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ആഡ് ചെയ്താൽ ഐ പ്ലസ് ഐ 2y ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു കോസ് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് 2 റേസ് ടു മൈനസ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് 2 റേസ് ടു എക്സ് ഡി എക്സ് നേടാം. ടി എന്നുള്ളതിനെ ഞാൻ എക്സ് ടി എന്ന് പറയുന്നത് ഒരു ഡമ്മി വേരിയബിൾ ആണല്ലേ, നമുക്ക് എന്ത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് ഉള്ള കാരണം ഇവിടെ ഞാൻ എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. കോസ് സ്ക്വയർ എക്സ് കോമൺ ആണ്. എൽ സി എം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വരും, അത് ക്യാൻസൽ ആയി പോകും. ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. കോസ് സ്ക്വയർ തീറ്റനെ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് 2x ബൈ 2 ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ 1 ബൈ 2 കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇൻ്റഗ്രൽ കോസ് 2x എന്ന് പറഞ്ഞാൽ സൈൻ 2x ബൈ 2 ആണ്. വിതിൻ ദ ലിമിറ്റ് മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പൈ ബൈ ടു പ്ലസ് സൈൻ 2 പൈ ബൈ ടു ബൈ 2 പ്ലസ് മൈനസ് പൈ ബൈ ടു സൈൻ 2 ഓഫ് മൈനസ് പൈ ബൈ ടു ബൈ 2. സൈൻ പൈയും മൈനസ് പൈയും വരും, അത് 0 ആണ്. അപ്പർ ലിമിറ്റിലെ പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു 2 പൈ ബൈ ടു വരും. ദെൻ ആ പൈ ബൈ ടു ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ഒരു 1 ബൈ 2 ഉണ്ട്. അപ്പോൾ ആ പൈ ബൈ ടൂലെ പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു പൈ ആണ് വരിക. ഇവിടെ ഒരു പൈ ബൈ 2 ഉണ്ട്. 2i ഈക്വൽ ടു പൈ ബൈ 2 വരും. ഐ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് dy by dx plus y ഈക്വൽ ടു 5 ഈസ്. അപ്പോൾ dy by dx plus y ഈക്വൽ ടു 5 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ പറഞ്ഞാൽ ഇ റേസ്ഡ് ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ആണ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ആണ്. വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. പി ഓഫ് എക്സ് 1 ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ്ഡ് ഇൻ്റഗ്രൽ ഡി എക്സ്, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ത്രൂ ഔട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് വരും ഇ റേസ് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 5 ഇ റേസ് ടു എക്സിന് വരും. ഇനി ഇതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് മാറ്റുകയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇ റേസ് ടു എക്സിന് വരും. ആക്ച്വലി
ഈ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ഇ റേസ് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വൈ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ അല്ലേ. ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ? ഇ റേസ് ടു എക്സ് തന്നെ. അതാണ് ഇവിടെ കിടക്കുന്നത്. എൽ എച്ച് എസിലുള്ള ഈ ടേം മൊത്തം എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇ റേസ് ടു എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇ റേസ് ടു എക്സ്. ഇനി ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. രണ്ട് സൈഡിലും ഇൻറ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഇൻറ്റഗ്രേഷനും വന്ന ഫംഗ്ഷൻ മാത്രമായിരിക്കും അതിൻ്റെ ആൻസർ അല്ലേ. ഇൻറ്റഗ്രേഷൻ ഡെറിവേറ്റീവ് ക്യാൻസൽ ആയിട്ട് വൈ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 5 ഇ റേസ് ടു എക്സ് എന്താ? 5 ഇ റേസ് ടു എക്സ് പ്ലസ് സി തന്നെ. ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് ഏരിയ വൈ മൈനസ് 5 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഈക്വൽ ടു സി എന്ന് എഴുതാം. ഇതിന് ലോഗരിതം അപ്ലൈ ചെയ്താൽ ലോഗ് വൈ മൈനസ് 5 പ്ലസ് ലോഗ് ഇ റേസ് ടു എക്സ്, ദാറ്റ് ഈസ് ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്, ഈക്വൽ ടു സി വന്നു. ദെൻ ലോഗ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അല്ലേ. എക്സ് ലോഗ് ഇ നേടാൻ ലോഗ് ഇ 1 ആണ്, എക്സ് എന്ന് വരും. ലോഗ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ദെൻ നമ്മൾ ലോഗ് ഇവിടുന്ന് ഒരു മൈനസ് സൈൻ പുറത്തേക്ക് എടുത്താൽ മൈനസ് ലോഗ് 5 മൈനസ് വൈ മൈനസ് എക്സ് ഈക്വൽ ടു സി എന്ന് വന്നു. ദാറ്റ് ഈസ് മൈനസ് ലോഗ് 5 മൈനസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് ഇവിടെ വരെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ എങ്ങനെയാണോ ആൻസർ കിടക്കുന്നത് ആ രീതിയിലോട്ട് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The degree of the differential equation y raised to m the whole square plus sin y dash all raised to 4 plus y equal to 0. നമുക്ക് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലേ. പക്ഷേ ഇതിൽ നമുക്ക് എം എന്ന് പറയുന്ന ഒരു അൺനോൺ ഉള്ള കാരണം നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഇ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ദ ലീനിയർ പ്രോഗ്രാമിംഗ് problem, maximize z equal to 11x plus 7y subject to the constraints x less than or equal to 3, y less than or equal to 2, x, y less than greater than or equal to 0, then the optimal solution of the problem. ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. എക്സ് ഈക്വൽ ടു 3 വൈ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. ദെൻ വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. അപ്പോൾ ഈ രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് വരുന്നത് അല്ലേ. അതിൽ കോർണർ പോയിന്റ്സ് ഓരോന്നും നമുക്ക് മാറിക്കാം. ഇത് 0 0 ആണ്. ഇവിടെ ഈ പോയിന്റ് 3 ആയിരിക്കും അല്ലേ. അപ്പോൾ 3,0. ഈ പോയിന്റ് 2 ആയിരിക്കും. അപ്പോൾ 0,2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ വൈയുടെ വാല്യൂ 2ഉം എക്സിൻ്റെ വാല്യൂ 3ഉം ആണ്. അപ്പോൾ ഇത് 3 2. അപ്പോൾ നമുക്ക് കോർണർ പോയിന്റ്സ് ഓരോന്നും കിട്ടി. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയ കാരണം താഴോട്ട് ഷെയ്ഡ് പോർഷൻ വന്നത്. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ഉം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3ഉം ആണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോ കോർണർ പോയിന്റിലും ഈ ഫംഗ്ഷന് വരുന്ന വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അറ്റ് 0 0 എന്ന് പറഞ്ഞ കോർണർ പോയിന്റിൽ സെഡ് 11x പ്ലസ് 7y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെഡ് 0 ആണ്. 3 0ൽ 11x പ്ലസ് 7y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 33 കിട്ടി. 3 2ൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ 47 കിട്ടി. 0 2ൽ കിട്ടിയപ്പോൾ 14 കിട്ടി. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 47 ആണ്. അത് ഏത് പോയിന്റിലാണ് ആ 47 എന്ന് പറഞ്ഞ മാക്സിമം വാല്യൂ കിട്ടുന്നത്? 3 2ലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അങ്ങനെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇൻറ്റഗ്രേഷൻ്റെ പ്രോബ്ലം വന്നു, പിന്നെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.